ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹാർട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഏറ്റവും അടുത്ത് തന്നെ ഒരു സീ ഫുഡ് റെസിപ്പി ആയിട്ട് വരാം. അതെ, ഇന്ന് ഞാനൊരു സീ ഫുഡ് റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? നല്ല ക്രാബ് റോസ്റ്റ്, ഞണ്ടിൻ്റെ റോസ്റ്റാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് പ്രസ് ചെയ്യണം. പിന്നെ എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. സ്റ്റവ് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. 2.5 ടേബിൾ സ്പൂണേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ അത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഒരു ടീസ്പൂൺ കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടെ കഴുകിയിട്ട് ചതച്ചതാണ്. തൊലി നീക്കിയിട്ടില്ല, തൊലിയോടുകൂടെ തന്നെ കഴുകി കഴിഞ്ഞിട്ട് ചതച്ച വെളുത്തുള്ളി ഒരു 10 അല്ലി. അതിനുശേഷം മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ചുവന്നുള്ളി ചതച്ചത്. ഇത് നമ്മൾ വഴറ്റുകയാണ്. അന്നേരം തന്നെ നമ്മൾ അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇപ്പം 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചതമുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചതമുളക് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല മണം വരണം. അതിൻ്റെ പച്ചക്കെല്ലാം പോയിട്ട് നമ്മുടെ കൊച്ചുള്ളി വെളുത്തുള്ളി ചതമുളകും കൂടി റോസ്റ്റായി. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിട്ട് മസാല ഇട്ടിട്ട് മൂപ്പിക്കാൻ. നല്ലതുപോലെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ഞണ്ടാണ് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. 1/2 കിലോ അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതുവരെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അതിനകത്ത്. കാര്യം ഞണ്ട് തന്നെ അത് വെള്ളമായി വരും, ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇത് വേവാനായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കുടംപുളി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് ഒഴിക്കുകയാണ്. നല്ലതുപോലെ ഇളക്കുക. ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് കറിവേപ്പില ഇടുകയാണ്. നമ്മളിതൊന്ന് ആവിയിലൊന്ന് വെച്ച് ഞാൻ അടച്ചു വെച്ച് വേവിക്കട്ടെ. അതിന് ശേഷം ഈ മസാല ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ക്രാബിനകത്തുനിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ആ കുടംപുളി കുതിർത്ത് വെച്ച ആ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമല്ല നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ട് തന്നെയുള്ളത്. നമുക്കിനി കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാകുമ്പോൾ പിന്നീട് തുറക്കുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. ഏകദേശം ഞാൻ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിലായി നമ്മളെ ക്രാബ് റോസ്റ്റ് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ക്രാബ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇനി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ ഒരു സീ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അടുത്തൊരു സീ ഫുഡും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം പ്ലീസ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.